ഹലോ എവ്രി വൺ. ഇന്ന് ഉച്ച ഊണിന് ബീട്രൂട്ട് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കുകയാണ്. ബീട്രൂട്ടും പരിപ്പും എല്ലാം കൂടി ചേർത്തിട്ട്. അപ്പോൾ വരും നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കണേ എന്നുള്ളത്. അപ്പോൾ ബീട്രൂട്ട് ഇതാ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തുവരപ്പരിപ്പ് ഇതാ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബീട്രൂട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു തക്കാളി, പിന്നെ ഒരു സവാള നീളത്തിലരിഞ്ഞത്, ഒരു പച്ചമുളക് കീറി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എരിവിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂണാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പാകത്തിന് ഉപ്പ്, വെള്ളവും ചേർത്തിട്ട് പ്രഷർ കുക്ക് ചെയ്യാൻ പോവാണ്. ഒരു 3 വിസിലാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ കായൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമല്ലോ എന്ന പോലെ തന്നെയാണ് ബീട്രൂട്ട് വെച്ചിട്ടും ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 വിസിലിന് നമുക്ക് പ്രഷർ കുക്ക് ചെയ്യാം. നാളികേരം ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു വെളുത്തുള്ളി, ഒരു ചെറിയ ഉള്ളി നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ കൊണ്ടാട്ടമാണ് ഉച്ചലത്തേക്ക് കാച്ചുന്നത്. അപ്പോൾ കൊണ്ടാട്ടവും ഇതാ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വിസിൽ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ടും പരിപ്പും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് പാകത്തിന് ഉപ്പുണ്ടോയെന്നും വീണ്ടും നോക്കിയ ശേഷം നമ്മൾ നാളികേരത്തിൻ്റെ അരച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പുണ്ടോയെന്ന് നോക്കിയ ശേഷം ഒരു 5 to 6 മിനിറ്റ്സ് നന്നായിട്ട് ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി വറവിടാം. ഇതിലേക്ക് കടുകും ചുവന്നമുളകും കരിവേപ്പിലയും അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തത് നന്നായിട്ടൊന്ന് ചുവക്കിന് നമുക്ക് വറുത്തെടുക്കാം. എന്നിട്ട് ഇത് അങ്ങോട്ട് താളിച്ചങ്ങോട്ട് കൂട്ടാനിലേക്ക് ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഒഴിച്ച് കറി റെഡി ആയിട്ടുണ്ട്. ഒരു നാടൻ കറി തന്നെ. അപ്പോൾ ഇതുപോലെ ഒന്ന് ബീട്രൂട്ട് ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കൂ. നമുക്ക് ഉച്ചലത്തേക്ക് നല്ലൊരു ഒഴിച്ച് കറി അങ്ങനെ റെഡിയാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.